Hi friends, welcome back to Colors Malayalam Stitching. അപ്പോൾ ഇന്ന് ഞാനൊരു ഗേൾസിൻ്റെ സ്കൂൾ യൂണിഫോം പാൻറ്റാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം 12-13 വയസ്സിനൊക്കെയുള്ള അളവാണ്. ഞാൻ ഏകദേശം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുമ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 മീറ്റർ ക്ലോത്ത് 56 ഇഞ്ച് വിട്ടിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ 4ആയി മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കരവശം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അവിടുന്ന് മുകളിലോട്ട് 2 ഇഞ്ച് ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 37.5 ഇഞ്ചാണ്. അപ്പോൾ 37 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ വേസ്റ്റ് ഒരു 11.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതന്നെ നമുക്ക് ക്രോച്ചിനും 11.5 ഇഞ്ച് ക്രോച്ചിൻ്റെ മാർക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കതിനൊരു ഇതുപോലെ ബോക്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ 2.5 ഇഞ്ച് അങ്ങോട്ടേക്കും നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കേർവ് ഷേപ്പ് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ബോട്ടം റൗണ്ട് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും താഴോട്ടേക്ക് വരഞ്ഞു കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട 6 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ ആ ഒരു ബോട്ടം റൗണ്ടിൻ്റെ ആ ഒരു വശം താഴ്വശം നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് കാലിൻ്റെയും ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്നും ഈ ഒരു താഴ്വശത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. താഴെ നിന്നും ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി 2 വശത്തെ പാൻറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 പാൻറ്റിൻ്റെ പീസ് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 2 പീസ് നമുക്ക് ഇതുപോലെ ക്രോച്ചിൻ്റെ ഭാഗം ആ ഒരു സെൻറ്ററിൽ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സെൻറ്ററിൽ നിന്ന് തുടങ്ങി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഒരു വശത്തേക്ക് ഇതുപോലെ മുഴുവനായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ച് ഇതേപോലെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് ആ ക്രോച്ചിൻ്റെ ഭാഗം ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാൻറ്റിൻ്റെ ഏകദേശം രൂപമായിട്ടുണ്ട്. നമുക്ക് ഇതൊരു എലാസ്റ്റിക് കൂടി വെച്ച് കൊടുക്കണം. എലാസ്റ്റിക്കിന് വേണ്ടി വിട്ടിട്ടുള്ള ഒരു 2 ഇഞ്ച് ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ ഇലാസ്റ്റിക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/2 ഇഞ്ചിൽ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക.
നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ചിൽ മുഴുവനായിട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതും ആ ഒരു റൗണ്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട. നമുക്ക് ഇലാസ്റ്റിക് കയറ്റി വിടുന്നതിന് ചെറിയൊരു ഭാഗം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് നമുക്ക് പല രീതിയിലും വെച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇപ്പോൾ മുഴുവനായിട്ട് റൗണ്ട് ചെയ്യാതെ നമുക്ക് ചെറിയൊരു ഭാഗം ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒഴിച്ച് വിട്ടിട്ട് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു വേസ്റ്റ് എത്രയാണോ ഈ ഒരു ഭാഗത്തെ ഒരു വേസ്റ്റിൻ്റെ അളവ് അത്ര എടുത്താൽ മതിയാവും. പക്ഷേ ഞാനിവിടെ കുറച്ചും കൂടി ലൂസ് ഇലാസ്റ്റിക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പിന്ന് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഇലാസ്റ്റിക് കടത്തി വിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ലൂസിലാണോ ഇലാസ്റ്റിക് വേണ്ടത് അവിടെ നിന്നും കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിനെ ഒരു 2 ഇലാസ്റ്റിക്കിനെയും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഇലാസ്റ്റിക് കടത്തി വിടുന്നതിന് വേണ്ടി തുറന്ന് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിനെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇതുപോലെ നമുക്ക് വലിച്ചു കൊടുക്കാം. നമുക്ക് പാൻറ്റിൻ്റെ 2 വശത്തുനിന്നും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് എല്ലാ ഭാഗത്തും ഒരുപോലെ വന്ന് നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 വശത്തു നിന്നും നീട്ടി വലിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാൻറ്റ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ബോഡിയിൽ നിന്നും അളവെടുത്തിട്ട് ചെയ്യുന്ന പാൻറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ അതും അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.